ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലുള്ള കടൽപ്പാലത്തിൽ നിന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ്. നല്ലൊരു അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, പിന്നെ തിരമാലകൾ വന്ന് മുത്തമിടുന്ന പാറക്കല്ലുകളും, പിന്നെ നിങ്ങളെപ്പോലുള്ള സഞ്ചാരികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യൂ ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളും, പിന്നെ ഈ ഒരു കടൽപ്പാലം ഒരു രക്ഷയുമില്ല കേട്ടോ ഈ ഒരു കാഴ്ച കാണാൻ. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ സൺസെറ്റാണ്. നിരവധി ആളുകളാണ് ഇവിടെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ദിവസേന എത്തുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ഇരിക്കുമ്പോഴില്ലേ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ചുമ്മാ വന്ന് എൻജോയ് ചെയ്യാനും, അതല്ല ചില ആളുകൾ നല്ലൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു മൈൻഡ് ഉണ്ടാവുമല്ലോ, ഒരു സങ്കടത്തോടെയുള്ള മൈൻഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ആളുകൾ നിരവധിയാണ്. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ കടലെടുത്ത് പോകുന്നത് പോലെയുള്ളൊരു അനുഭൂതിയാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. ഞാൻ ഈ ഒരു സൺസെറ്റ് പ്രേമിയാണ്. അതുകൊണ്ട് തന്നെ എവിടെ സൺസെറ്റ് കാണുവാണെങ്കിലും ഞാനത് ക്യാപ്ചർ ചെയ്യാൻ അധികം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇതിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു കടൽപ്പാലത്തിൽ മുന്നേ അങ്ങോട്ട് പോകാനൊക്കെ അനുമതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ദ്രവിച്ച് പോയത് കൊണ്ട് പിന്നെ അവിടേക്കുള്ള എന്താ പറയുക, കടൽപ്പാലത്തിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അവിടെ കല്ലുകൾ കൊണ്ടൊരു മതിൽ കെട്ടിയതുപോലെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും കടലിൽ നിന്ന് 2 പേര് മുങ്ങിത്താഴുന്നത് പോലെ. അപ്പോൾ അത് അവരെ മുങ്ങിത്താഴുന്നതൊന്നുമല്ല, കല്ലുമ്മക്കായ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കല്ലുമ്മക്കായ എന്നാണ് പറയുന്നത്. മറ്റുള്ള നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ പെട്ടെന്നെടുത്ത തീരുമാനമാണ്. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് കുട്ടികളടുത്ത് ചോദിച്ചു, നമുക്കിന്ന് കടൽപ്പാലത്ത് പോവുക, ചുമ്മാ ഇങ്ങനെ കുറച്ച് കാറ്റെല്ലാം കൊണ്ടിട്ട് വരാമല്ലോ. അപ്പോൾ കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പിയായി. ഞാനും എൻ്റെ ലച്ചും ലുബയും ഇയാനും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മകൾ ഹനയും കൂടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് യാത്ര, ബസ് യാത്രയാണ് ഇവിടത്തേക്കുള്ളത്. അപ്പോൾ വന്നു, ഞങ്ങൾ കടൽ കാഴ്ചയെല്ലാം കണ്ടു. ഇപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ കുട്ടികൾ മുന്നേ ഞങ്ങൾ കടല വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഉപ്പിലിട്ട കണ്ടിട്ട് ഇപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഓരോ സാധനം കണ്ടിട്ട് ലിയാന് അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അത് വേണമെന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇവിടുന്ന് ഓരോന്ന് വാങ്ങിച്ചിട്ട്, പക്ഷെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചതിൽ അധികം ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. മാങ്ങയും പൈനാപ്പിളും ഒക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ അതിലൊന്നും അധികം ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അവർ ഇട്ടിട്ട് 2 ദിവസമേ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1 ദിവസമേ ആയിട്ടുണ്ടാവുള്ളായിരിക്കും. അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കടൽപ്പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എടുത്ത് പറയേണ്ടതാണ്. എല്ലാ മലയാളീസുകളും ഈ ഒരു കടൽപ്പാലം നേരിട്ടല്ലെങ്കിലും സിനിമയിൽ കൂടിയെങ്കിലും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് ഏത് സിനിമ എന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. തട്ടത്തിൻ മറയത്ത്, സൂപ്പർ ഹിറ്റായിട്ടുള്ള തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിൽ നിവിൻ പോളിൻ്റെ ബാല്യകാലത്ത് ഒരു ക്യാരക്ടർ ഉമ്മച്ചിക്കുട്ടിയില്ലേ, അവളെ കണ്ടുമുട്ടിയത് ഈ ഒരു പാലത്തിൽ വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി നമ്മുടെ ഈ ഒരു തലശ്ശേരി കടൽപ്പാലത്തിനുണ്ട്.
അപ്പോൾ ഇതാ ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളൊക്കെ കഴിച്ച് ഇങ്ങനെ സൺസെറ്റും ആസ്വദിച്ചിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ദൃശ്യമാകുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ ഒരു ക്യാമറയിൽ കിട്ടിയ പോലെ അല്ല ഇവിടുത്തെ സൺസെറ്റ്. ഇത് ഡയറക്റ്റ് കാണാൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് പക്ഷേ ആ ഒരു വ്യൂ ഇല്ലേ നിങ്ങളുടെ ക്യാമറയിൽ കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ഭംഗിയൊക്കെ ചെറുതായിട്ട് നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അധിക നേരം ഇവിടെ ഇരുന്നിട്ടില്ല. ഞങ്ങളിനി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അവിടുന്ന് നാട്ടിലേക്കുള്ള ബസ് കയറണം. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.